പ്രിയമുള്ളവരെ, ഞാനൊരു ചെറുകഥ പോലെ ഒരു കഥ പറയുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സഹകരിക്കണം. ആ കാണുന്ന ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു പാട്ട് കേൾക്കുന്നു. ആരോ നല്ല മനോഹരമായി പാടുന്നു. ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കും കേൾക്കാം. അവൾ അവിടെ നിൽക്കുന്നു, ആ അപ്സരസുന്ദരി. അവൾ ആ നിലക്കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രതിബിംബത്തോട് അവൾ ചോദിക്കുകയാണ്, നിന്നാത്മനായക നിന്നുരാവിൽ വന്നിടും നീ ഇന്നെന്തു ചെയ്യും. വാർമുടി രണ്ടും നല്ല മനോഹരമായ രീതിയിൽ അവൾ രണ്ട് സൈഡിലേക്കും വാർമുടി രണ്ടായി വകഞ്ഞു പിന്നെ, വാർമുടി രണ്ടായി വകഞ്ഞു പിന്നെ, ചേലിൽ റിബൺ കെട്ടി മാറിയിലിട്ടു. എന്നിട്ട് ആ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, നിന്നാത്മനായക നിന്നൊരാവിൽ വന്നിടും എന്തു ചെയ്യും. അപ്പോഴാണ് പുറത്ത് വാതിലിൽ ഒരു തട്ട് കേട്ടത്. അവൾ പെട്ടെന്ന് ചെന്ന് വാതിൽ തുറക്കാനായി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം, മറ്റെന്തോ അപശബ്ദം. വീണ്ടും അവൾ ധൈര്യം സംഭരിച്ച് ആ വാതിൽ മെല്ലെ അമർത്തി തുറന്നു. നല്ല നിലാവ്, നല്ല പൂനിലാവ്. ആ പൂനിലാവിൻ്റെ ഗന്ധമേറ്റ്, ആ പൂക്കളുടെ ഗന്ധമേറ്റ് ആ പൂനിലാവും കോരിത്തരിച്ച് നിൽക്കും പോലെ മെല്ലെ തുറന്നിറങ്ങി പൂനീല പാലലയിൽ മുല്ലപ്പൂ മണം കുളിർ കാറ്റിലെത്തി. മെല്ലെ തുറന്നിറങ്ങി പൂനീല പാലലയിൽ മുല്ലപ്പൂ മണം കുളിർ കാറ്റിലെത്തി. ആ വീടിൻ്റെ, ആ ബംഗ്ലാവിൻ്റെ ചുവരിലൂടെ മെല്ലെ നടന്ന് ആ കൽപ്പടവിൽ ചെന്നിരിക്കുമ്പോൾ ആ മുല്ലവള്ളികളിൽ നിന്നും പൂക്കൾ അടർന്നു വീണ് അവളുടെ മുടിയിലും മടിയിലുമെല്ലാം പുഷ്പമിട്ട് നടന്നു. അപ്പോഴാണ് കൊച്ചമ്മ കൊച്ചമ്മ എന്നൊരു വിളി. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്ത് വേണം കൊച്ചമ്മ? പുതിയ ഔഷധങ്ങളും തേടി തേടി പലയിടങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു. എടാ പൊന്നെ, ഞാൻ പറയുന്നത് മതിമരുന്നും മന്ത്രവാദവുമായി ചിലവഴിക്കേണ്ട ഒരു ചില്ലി പോലും. അപ്പോഴേക്കും ആ അതിസുന്ദരിയായ ആ കാമിതയ്ക്ക് ആ വീട്ടിലെ വേലക്കാരനായ നദിയോട് ഒരു സ്നേഹം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എടാ, നീ വരുന്നത് വരെ ഞാൻ അത്താഴം പോലും കഴിച്ചിട്ടില്ല. എന്താ കൊച്ചമ്മ, യജമാനൻ എന്നെ അന്വേഷിച്ചോ? യജമാനല്ല ഞാനാണോ നിന്നെ കാത്തിരുന്നത്. എടാ, ഇനി മുതൽ നീ എവിടെ പോയിരുന്നാലും നേരത്തെ ഇനി വീട്ടിലെത്തിയേക്കണം. ആ പൂക്കളുടെയും ആ ഗന്ധങ്ങളുടെയും അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ അവൾ രണ്ടുപേരും വല്ലാതെ കോരിത്തരിച്ചു. അവൾ മെല്ലെ രണ്ട് കൈകൾ വീശി ആ പൂക്കളുടെ ഇടയിലൂടെ മെല്ലെ ആ പൂക്കളെ തലോടിക്കൊണ്ട്, എടാ നിനക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു പൂവ് തരട്ടെ. പിന്നെന്താ കൊച്ചമ്മ, തന്നോളൂ. അവൾ അതിൽ നിന്നും ഒരു പൂവുറത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും അവൻ്റെ കൈകൾ വിറച്ചിരുന്നു. അതെന്തിനാണോ പ്രിയമുള്ളവരെ, ഇതിൻ്റെ ബാക്കി പിന്നീട് കേൾക്കാം.